യവം പുലിയാണ് കേട്ടാ. ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. നമ്മുടെ പക്കാ ഫിസിക്സിന്റെ സെക്കൻഡ് എപ്പിസോഡിലോട്ട് നമ്മൾ കിടക്കുവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിനെ ക്രാക്ക് ചെയ്യുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ സീരീസിന്റെ പേരാണ് പക്കാ ഫിസിക്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ അത്രയും മികച്ച ഫീഡ്ബാക്കുകളും റെസ്പോൺസും കമന്റുമാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് ലഭിച്ചത്. പല കുട്ടികളും പറഞ്ഞത് എത്രയും പെട്ടെന്ന് സാറേ സെക്കൻഡ് എപ്പിസോഡ് ഇടണം, കാരണം ഞങ്ങളുടെയൊക്കെ സ്കൂളുകളിൽ യൂണിറ്റ് ടെസ്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. സോ അതിനകത്ത് ഞങ്ങളെ കുഴപ്പിക്കുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിനെ ഞങ്ങൾക്ക് ക്രാക്ക് ചെയ്യണം. പക്കാ ഫിസിക്സ് അത്രത്തോളം തന്നെ വർത്താണ്, യൂസ്ഫുൾ ആണെന്നാണ് നിങ്ങൾ എല്ലാവരും പറഞ്ഞത്. സോ ഒട്ടും തന്നെ ലേറ്റ് ആക്കാതെ നമ്മളിതാ നമ്മുടെ സെക്കൻഡ് എപ്പിസോഡിലോട്ട് കിടക്കുന്നു. രണ്ട് പ്രധാനപ്പെട്ട ചോദ്യം, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനും നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. അതിന് മുൻപായിട്ട് ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കൊരു വാട്സപ്പ് ചാനലുണ്ട്. SSLC കുട്ടികൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് എല്ലാ അപ്ഡേറ്റ്സും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരു വാട്സപ്പ് ചാനലുണ്ട്. അതിന്റെ ലിങ്ക് താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും കയറി ജോയിൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ. റൈറ്റ്, ഓൾ സെറ്റ്. സോ ഗൈസ്, നമ്മളിതാ തുടങ്ങുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യം മോഡൽ എക്സാം 2022 പല കുട്ടികളെയും കുഴപ്പിച്ച ഒരു വളരെ ലളിതമായ ചോദ്യമാണ്. പക്ഷെ പലർക്കും അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. സോ ആ ചോദ്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയെടുക്കാൻ പോകുന്നത്. മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാം നിങ്ങൾക്ക് ചോദ്യം കാണാൻ പറ്റും. ആദ്യം ഞാൻ ഇംഗ്ലീഷിൽ വായിച്ച് അർത്ഥം മലയാളത്തിൽ പറഞ്ഞു തരാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. യൂഷ്വലി വി കണക്ട് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. നമുക്കറിയാം, സാധാരണഗതിയിൽ നമ്മൾ പ്രതിരോധങ്ങളെ രണ്ട് രീതിയിൽ ഘടിപ്പിക്കാറുണ്ട്. ഏതൊക്കെയാണ്? ശ്രേണി രൂപത്തിലും അതുപോലെ തന്നെ സമാന്തരമായിട്ടും. സീരീസ് കണക്ഷനും അതുപോലെ തന്നെ പാരലൽ കണക്ഷനും. ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. റൈറ്റ്, അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. സബ് പാർട്ട് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ശ്രദ്ധിക്കണം മക്കളെ. വിച്ച് ടൈപ്പ് ഓഫ് കണക്ഷൻ ഡസ് ദ റിസൾട്ടന്റ് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ഡിക്രീസസ്? ഏത് രീതിയിൽ ഘടിപ്പിച്ചാലാണ് സഫല പ്രതിരോധം ഏറ്റവും കുറവ്? ഏത് രീതിയിൽ ഘടിപ്പിക്കുമ്പോഴാണ് സഫല പ്രതിരോധം ഏറ്റവും കുറവ്? എൻ്റെ മക്കൾ എനിക്ക് പറഞ്ഞു കാണാം. സീരീസ് കണക്ഷനിലാണോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറവ്, ഓർ എൽസ് പാരലൽ കണക്ഷനിലാണോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറവ്? ഒരു തരി സംശയം നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, നിങ്ങൾ പഠിക്കേണ്ടതാണ് മക്കളെ. ഏതിലാണ് ഏറ്റവും കുറവ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഉള്ളത്? യെസ്, ഇറ്റ് ഈസ് പാരലൽ. അത് ഏതിലാണ് മക്കളെ? അത് പാരലലിലാണ്. പാരലലിലാണ് ഏറ്റവും കുറവ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഉള്ളത്. മലയാളത്തിൽ എന്താ പറയുക? സമാന്തരം. സമാന്തരമായിട്ട് ഘടിപ്പിക്കുമ്പോഴാണ് സഫല പ്രതിരോധം ഏറ്റവും കുറവ്. 1 മാർക്കിന്റെ ചോദ്യമാണ്. മനസ്സിലങ്ങ് ഉറപ്പിച്ചു വെക്കണം, പഠിക്കണം. അടുത്തൊരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ടോട്ടലി ഇത് 3 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. അടുത്തത് ഒരു 2 മാർക്കിന്റെ ചോദ്യമാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണം. 2 റെസിസ്റ്റേഴ്സ് 100 ohm ആർ കണക്റ്റഡ് ഇൻ സീരീസ്. 2 100 ohm ഉള്ള പ്രതിരോധങ്ങൾ സീരീസ് ആയിട്ട് ഘടിപ്പിച്ചിരിക്കുന്നു. അതും 250 വോൾട്ട് സപ്ലൈയിലോട്ടാണ്. കാൽക്കുലേറ്റ് ദ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് വെൻ ദ കറണ്ട് ഫ്ലോ ഫോർ 2 സെക്കൻഡ്. എന്താ പറയുന്നത്? 2 പ്രതിരോധങ്ങളുണ്ട്. രണ്ടും 100 ohm ആണുള്ളത്. അവ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അഥവാ ശ്രേണി രൂപത്തിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അവിടെ എത്ര വോൾട്ടേജുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? 250 വോൾട്ടുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അവിടെ വൈദ്യുതി പ്രവഹിക്കുന്നത് എത്ര സമയത്തോട്ടാണ്? 2 സെക്കൻഡ് സമയത്തോട്ടാണ് വൈദ്യുതി പ്രവഹിക്കുന്നത്. സോ അവിടെ ഉണ്ടാവുന്ന താപോർജ്ജമാണ്, ഹീറ്റ് എനർജിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ആദ്യം നമുക്ക് ഗിവൺ ഡാറ്റയൊക്കെ എഴുതിയിട്ട് ഗംഭീരമായി തന്നെ പ്രൊസീഡ് ചെയ്യാം. ഇത്തരം ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു സർക്യൂട്ട് ഒന്ന് ഇമാജിൻ ചെയ്യുക. സപ്പോസ് നിങ്ങൾക്ക് പ്രോപ്പർലി ഇമാജിൻ ചെയ്യാൻ സാധിക്കാത്തവരാണെങ്കിൽ നമുക്കതൊന്ന് വരച്ച് നോക്കാം. വരയ്ക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ നമുക്കൊന്ന് വരച്ച് നോക്കാം. ശ്രദ്ധിക്കണം മക്കളെ. സോ 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഇതാ ഫസ്റ്റ് റെസിസ്റ്റർ, ഇതാ നമ്മുടെ സെക്കൻഡ് റെസിസ്റ്റർ. ഓക്കെ, എത്രയാണ് 2 റെസിസ്റ്റൻസിൻ്റെയും വാല്യൂ? രണ്ടും 100 ohm ആണ്, നോ ഡൗട്ട്. 2 റെസിസ്റ്റേഴ്സും 100 ohm ഈച്ചാണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ റെസിസ്റ്റർ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ റെസിസ്റ്റർ ഏതുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഒരു 250 വോൾട്ട് സപ്ലൈയുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ അതും ഞാൻ വരയ്ക്കുന്നു. ഒരു 250 വോൾട്ട് സപ്ലൈയുമായിട്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ വോൾട്ടേജ് ഈക്വൽ ടു 250 വോൾട്ട്. ദാറ്റ്സ് ഇറ്റ്. ഇവിടെ കറണ്ട് ഒഴുകുന്നുണ്ട്. ആ കറണ്ട് എത്ര സമയത്തോട്ടാണ് ഒഴുകുന്നത്? T ഈക്വൽ ടു 2 സെക്കൻഡ്. ഇത്രയും കാര്യം നമുക്ക് ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. 2 100 ohm പ്രതിരോധങ്ങൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സപ്ലൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 250 വോൾട്ട് ആണ്. ക്ലിയർ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഒരു തരി സംശയമില്ലാലോ. ഇനി നമുക്കൊന്ന് പ്രൊസീഡ് ചെയ്യാം. എൻ്റെ മക്കൾ എല്ലാവരും ശ്രദ്ധിക്കണടാ, മുഴുവൻ മക്കളും ശ്രദ്ധിക്കണടാ. ഗിവൺ ഡാറ്റ എന്തൊക്കെയാണ് ചോദ്യത്തിനകത്ത് നൽകിയിരിക്കുന്നത്? പ്രതിരോധം, റെസിസ്റ്റൻസ് അറിയാം. പക്ഷെ രണ്ടും സീരീസ് ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കണം? എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം? 2 മാർഗ്ഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഏറ്റവും ലളിതമായ മാർഗ്ഗം 2 കൂടി ആഡ് ചെയ്യുക.
സോ R ഈക്വൽ ടു R1 പ്ലസ് R2. സോ 100 പ്ലസ് 100 ഈക്വൽ ടു 200 ഓം. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പല കുട്ടികൾക്കും തോന്നാം. സോ ആപ്പിനകത്ത് ഞാൻ വേറൊരു കുറുക്ക് വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ, തുല്യമായ പ്രതിരോധങ്ങളാണെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴിയാണ് NR എന്ന് പറയുന്നത്. സോ അങ്ങനെ സീരീസ്ലി കണക്റ്റഡ് ആണെങ്കിൽ NR വെച്ച് കണ്ടുപിടിക്കാം. എന്ന് പറഞ്ഞാൽ എത്ര പ്രതിരോധങ്ങളുണ്ട്? 2 എണ്ണമാണുള്ളത്. ഒരെണ്ണത്തിൻ്റെ എത്രയാണ്? 100 ഓം ആണ്. സോ 2 × 100 200 ഓം. സോ ഇങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം. രണ്ടും ഒരേ ഉത്തരമാണ് കിട്ടുക. സോ അപ് ടു യുവർ കംപ്ലീറ്റ് കൺവീനിയൻസ്, റൈറ്റ്? ഓക്കെ, അപ്പോൾ നമുക്ക് സഫല പ്രതിരോധം അഥവാ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടി. അടുത്തത് വോൾട്ടേജ് അറിയാം എത്രയാണ്? 250 വോൾട്ട്. സമയം അറിയാം എത്രയാണ്? 2 സെക്കൻഡ്. ഹീറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? ക്രിസ്റ്റൽ ക്ലിയർ അല്ല? അടിപൊളിയായിട്ട് മനസ്സിലായില്ലടാ? അന്തസ്സായിട്ട് മനസ്സിലായില്ലേ? ഹീറ്റ് കണ്ടുപിടിക്കാൻ ജൂൾസ് ലോ പ്രകാരം 3 ഇക്വേഷൻസ് എൻ്റെ മക്കൾക്ക് അറിയാം. ഏതൊക്കെയാണ് 3 ഇക്വേഷൻസ്? H ഈക്വൽ ടു I² RT അറിയാം, H ഈക്വൽ ടു VIT അറിയാം, H ഈക്വൽ ടു V²/R × T അറിയാം. നമ്പേഴ്സ് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 3. ക്രിസ്റ്റൽ ക്ലിയർ. ഇതിലേതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? പല കുട്ടികളും കുഴഞ്ഞു പോകുന്ന പോയിന്റാണ് ഇതെന്ന് പറയുന്നത്. സാറേ ഗിവൺ ഡാറ്റ അറിയാം, ഇക്വേഷൻസ് അറിയാം, പക്ഷെ ഏതിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നറിയില്ല. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഗിവൺ ഡാറ്റയും എന്താണ് കണ്ടുപിടിക്കേണ്ടതും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്. അഥവാ നമുക്കിവിടെ അറിയാം R ഉണ്ട്, V ഉണ്ട്, T ഉണ്ട്, H ഉണ്ട്. സോ ഇവ 4 കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? നോക്കടാ, R, H, V, T ഇവ 3 കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 3rd ഇക്വേഷൻ ആണ്. സോ ഉറപ്പിച്ചോ മക്കളെ, നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ നമ്പർ 3 ആണ്. ഹീറ്റും റെസിസ്റ്റൻസും വോൾട്ടേജും ടൈമും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 3ാമത്തെ ഇക്വേഷൻ തന്നെയാണ്. അതിനകത്ത് യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ട, റൈറ്റ്? സോ ആ ഇക്വേഷനിൽ എടുത്ത് പെട്ടയ്ക്കാൻ പോവാണ്. എല്ലാവരും തയ്യാറല്ലടാ? റൈറ്റ്. സോ H ഈക്വൽ ടു V²/R × T. സോ H ഈക്വൽ ടു V². വോൾട്ടേജ് എത്രയാണ്? 250 അല്ലേ? സോ 250ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 250 × 250. R എത്രയാണ്? പ്രതിരോധം 100 ഓം ആണ്. 200 ഓം ആണ്. സോ 200 × സമയം എത്രയാണ്? 2 സെക്കൻഡ് ആണ്. എല്ലാം എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 0 0 വെട്ടി 2 വെട്ടി. അപ്പോൾ ബാക്കി എന്തേ ഉള്ളൂ? 25 × 25 എത്രയാണ്? 625 ജൂൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരമാണ്. ജൂൾ എന്ന് പറയുന്ന യൂണിറ്റ് എഴുതണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. സോ വളരെ സിമ്പിളായിട്ട് 3 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിച്ചില്ലടാ മക്കളെ. ഇതൊരു മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ മനസ്സിലായില്ലേ? ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഒരാൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ അയച്ചു തന്ന ചോദ്യമാണ് കേട്ടോ. ഒരു കുട്ടി, സാർ ഈ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തൊരു ക്വസ്റ്റ്യനാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കാൻ പോകുന്നത്. സോ അതുപോലെ തന്നെ പല കുട്ടികളും ആ പറയുന്ന ഫസ്റ്റ് എപ്പിസോഡിൻ്റെ കമൻറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻസ് ഇട്ടായിരുന്നു. സോ അതെല്ലാം നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ ഉറപ്പായും കൺസിഡർ ചെയ്യുന്നതാണ്. സോ ഇതെനിക്ക് വളരെ വാലിഡായ ചോദ്യമായി തോന്നിയത് കൊണ്ടാണ് ഞാനിത് എടുത്തിട്ട് അടുത്ത എപ്പിസോഡിൽ ചെയ്യണമെന്ന് ഞാൻ ഉറപ്പിച്ച ചോദ്യമാണ്. കാരണം അതിലുള്ള ഒരു ക്വസ്റ്റ്യൻ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യുന്നു എന്ന് പലരും എന്നോട് ചോദിച്ചതുമാണ്. സോ അതിൻ്റെ ഉത്തരം നമ്മളിതാ സെറ്റാക്കി എടുക്കാൻ പോകുന്നു. റെഡി? എല്ലാവരും തയ്യാറല്ലടാ? മുഴുവൻ മക്കളും സെറ്റ് അല്ലടാ? വാടാ മക്കളെ. There are 3 റെസിസ്റ്റേഴ്സ്. 3 പ്രതിരോധങ്ങളാണ് ഇവിടെ ഉള്ളത്. ഏതൊക്കെയാണ്? 2 ഓം ഉണ്ട്, 3 ഓം ഉണ്ട്, 6 ഓം ഉണ്ട്. 2 ഓം ഉണ്ട്, 3 ഓം ഉണ്ട്, 6 ഓം ഉണ്ട്. എടാ, ഈ ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്ന മുമ്പ് നമ്മുടെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. SSLC കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓണപ്പരീക്ഷ മുഴുവൻ കാര്യങ്ങളും സെറ്റാക്കുന്ന കോഴ്സാണ്. സോ അതിനകത്ത് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുള്ളവർ ഉടനെ തന്നെ അഡ്മിഷൻ എടുക്കുക. താഴെ സ്ക്രോളിൽ അതിൻ്റെ നമ്പറൊക്കെ പോകുന്നുണ്ട് കേട്ടോ. റൈറ്റ്, ഓക്കെ. സോ 2 ഓം, 3 ഓം, 6 ഓം ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുക? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ 3 നമ്മുടെ കയ്യിൽ നൽകിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഹയസ്റ്റ് റെസിസ്റ്റൻസ് ദാറ്റ് യു ക്യാൻ ഗെറ്റ് ഓൾ ഓഫ് ദം? മലയാളത്തിൽ കാണാം. 2 ഓം, 3 ഓം, 6 ഓം പ്രതിരോധങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇവ ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന ഉയർന്ന സഫല പ്രതിരോധം എത്രയാണ്? വാട്ട് ഈസ് ദ ഹയസ്റ്റ് റെസിസ്റ്റൻസ്? ഉയർന്ന സഫല പ്രതിരോധം എത്രയാണ്? മക്കളെ, നിങ്ങൾക്കറിയാം ഹയസ്റ്റ് റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ, ഉയർന്ന സഫല പ്രതിരോധം ലഭിക്കണമെങ്കിൽ എങ്ങനെ കണക്ട് ചെയ്യണം? നോ ഡൗട്ട് നമ്മളിവിടെ കണക്ട് ചെയ്യേണ്ടത് സീരീസ് ആയിട്ടാണ്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. നമ്മളിവിടെ കണക്ട് ചെയ്യേണ്ടത് സീരീസ് ആയിട്ടാണ്. സോ 3 റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എങ്ങനെയാണ്? R ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 അല്ലേ? ശ്രേണി രൂപത്തിൽ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ R ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 ആണ്. ഏതൊക്കെയാണ്? 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്. ശരിയല്ലേ? സോ 2 പ്ലസ് 3 പ്ലസ് 6 ഈക്വൽ ടു 11 ഓം എന്ന് കിട്ടും. സോ ഇതാണ് നമ്മുടെ ഹയസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്.
ഉയർന്ന സഫല പ്രതിരോധം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11 ഓം ആണ് ഉയർന്ന സഫല പ്രതിരോധം എന്ന് പറയുന്നത്. ഗൈസ് ഹിയർ കംസ് എ ബി ക്വസ്റ്റ്യൻ. ബി എന്ന് പറയുന്ന ചോദ്യം നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ലോവസ്റ്റ് റെസിസ്റ്റൻസ് ദാറ്റ് യു ക്യാൻ ഒബ്റ്റെയിൻ യൂസിങ് ഓൾ ഓഫ് ദം? ഇവ ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന കുറഞ്ഞ സഫല പ്രതിരോധം എത്രയാണ്? കുറഞ്ഞ സഫല പ്രതിരോധം കണ്ടുപിടിക്കുക. ഇവ ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന കുറഞ്ഞ സഫല പ്രതിരോധം എത്രയാണ്? പല കുട്ടികളും പാളിപ്പോകുന്നത് ഇവിടെയാണ്. അതായത് നമുക്കറിയാം കുറഞ്ഞ സഫല പ്രതിരോധം കിട്ടണമെങ്കിൽ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ നമുക്ക് പാരലലി വേണം കണക്ട് ചെയ്യാൻ. ശരിയല്ലേ? പാരലൽ കണക്ഷൻ ആണ് ചെയ്യേണ്ടത്. 3 എണ്ണത്തിൽ എങ്ങനെ പാരലൽ കണക്ഷൻ ചെയ്യുക എന്ന് പലർക്കും അറിയില്ല. അതാണ് അണ്ണൻ ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. 3 എണ്ണത്തിൽ എങ്ങനെ പാരലൽ കണക്ഷൻ ചെയ്യാം ശ്രദ്ധിക്കണം. സോ ഇക്വേഷൻ എന്താണ്? 1/r = 1/r1 + 1/r2 + 1/r3. അത് 3 അല്ല 4 അല്ല 5 അല്ല എത്ര എണ്ണം വന്നാലും ഈ മെത്തേഡിൽ ചെയ്യാം. പക്ഷേ 2 എണ്ണമേ ഉള്ളൂ എങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. 2 എണ്ണമേ ഉള്ളൂ എങ്കിൽ R1 R2 / R1 + R2 ചെയ്യാം. ഏറ്റവും ലളിതമായതാണ് R1 R2 / R1 + R2. 2ൽ കൂടുതലുള്ള എല്ലാ സാഹചര്യത്തിലും അണ്ണൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഇക്വേഷനും മെത്തേഡും നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. സോ 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്, 3ഉം പാരലലി ആണ് കണക്ട് ചെയ്യുക, 3ഉം സമാന്തരമായിട്ടാണ് ഘടിപ്പിക്കേണ്ടത് എന്ന സാഹചര്യത്തിൽ എങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. സോ 3ഉം എടുത്തോടാ. സോ 1/r = 1/r1ന്റെ സ്ഥാനത്ത് ആദ്യം എത്രയാണ്? 2 ആണ്. 1/2 + 1/3 + 1/6. ഇതല്ലേ 3 എണ്ണം? 1/2 + 1/3 + 1/6. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അടുത്ത സ്റ്റെപ്പ് വളരെ സിമ്പിൾ ആണ്. മാത്സിലൊക്കെ LCM എടുക്കാൻ അറിയാവോ? LCM എടുക്കാൻ അറിയാമെന്ന് എനിക്ക് ഉറപ്പാണ്. സോ LCM എടുക്കാൻ പോവാണ്. ശ്രദ്ധിക്കണം. 2, 3, 6 ഈ നമ്പേഴ്സിന്റെ LCM ആണ് എടുക്കാൻ പോകുന്നത്. ഏറ്റവും ലളിതമായിട്ട് അണ്ണൻ പറഞ്ഞുതരാം. അതേ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്യുക. ഇവ 3ഉം ഡിവിസിബിൾ ആയ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? ഇവ 3ഉം ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന, ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഇതിലുള്ള വലിയ നമ്പർ ഏതാന്ന് നോക്കുക. വലിയ നമ്പർ 6 ആണ്. 6ൽ 3 ഡിവൈഡ് ചെയ്യാൻ പറ്റും, 6ൽ 2 ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഇറ്റ്. സോ അതെടുത്താൽ മതി. കാര്യം മനസ്സിലായോടാ? സോ 3 നമ്പേഴ്സിന്റെ LCM എടുക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ 3 നമ്പേഴ്സിൽ ഏറ്റവും വലിയ നമ്പർ ഏതാന്ന് നോക്കുക. വലിയ നമ്പർ ഏതാണ് മക്കളെ? അത് 6 ആണ്. ഈ 6നകത്ത് 3 പോവും. 2 തവണ പോവും. 6നകത്ത് 2 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. എത്ര തവണയാണ്? 3 തവണ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സെറ്റ് അല്ലേ? ഒരു തരി സംശയമില്ലാലോ. സോ അപ്പോൾ നിങ്ങൾ LCM ആയിട്ട് എടുക്കേണ്ടത് എത്രയാണ്? 6 ആണ്. ദാറ്റ്സ് ഇറ്റ്. സോ 6 ആയിട്ട് എടുക്കുക. ഇനിയുള്ള മെത്തേഡ് എല്ലാവർക്കും പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ. ഈ 6ൽ 2 എത്ര തവണ പോവും? 6 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 3 അല്ലേ? 6 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. ആ 3നെ 1 കൊണ്ട് ഗുണിക്കുക. സോ 3 × 1 3 പ്ലസ് 6 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 2 ആണ്. ആ 2നെ 1 കൊണ്ട് ഗുണിക്കുക. 2 × 1 2 പ്ലസ് 6 ഡിവൈഡഡ് ബൈ 6 എത്രയാണ്? 1. ആ 1നെ 1 കൊണ്ട് ഗുണിക്കുക. 1 × 1 1. സോ എത്രയാണ് കിട്ടുക? നോക്കടാ. 5 6 6/6 എന്ന് കിട്ടും. ശരിയല്ലേ? 6/6 എന്ന് കിട്ടും. സോ 1/r = 6/6. എല്ലാവരും ശ്രദ്ധിക്കുക. 1/r = 6/6. അപ്പോൾ r = എന്ത് വരും? ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. ഓറൽസ് ഇവിടെ 1 എന്ന് കിട്ടും. r/r എന്ന് പറഞ്ഞാൽ 6/6 എത്രയാണ് മക്കളെ? 6/6 എത്രയാണ്? അത് 1 ആണ്. ഒരു സംശയമില്ല. സോ 1ന്റെ റെസിപ്രോക്കൽ എടുത്താലും ഉത്തരം എത്ര തന്നെയാണ്? 1 തന്നെയാണ്. സംശയമില്ലാലോടാ. സോ ആൻസർ ഈസ് 1 ഓം. ആൻസർ എത്രയാണ് മക്കളെ? 1 ഓം ആണ് ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. ഇത് പലർക്കും ഇപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. അണ്ണൻ വീണ്ടും ആവർത്തിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അറിയേണ്ടതാണ് കേട്ടോ. റൈറ്റ്. സോ 3 പ്രതിരോധങ്ങളുണ്ട്, 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്, 3ഉം സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എങ്കിൽ 3ഉം പാരലി ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് എങ്കിൽ സഫല പ്രതിരോധം കണ്ടുപിടിക്കണം, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യാമെന്നല്ലേ? സോ ആദ്യം നമ്മുടെ ജനറൽ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. 1/r = 1/r1 + 1/r2 + 1/r3. അത് അന്തസ്സായിട്ട് എടുത്ത് എഴുതി. ഒരു തരി സംശയം വേണ്ട. അതിനുശേഷം നമ്മുടെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ജസ്റ്റ് എല്ലാത്തിലും 2 3 6 ഇതാണ് നമ്മുടെ റെസിസ്റ്റേഴ്സ്. അതെടുത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ LCM എടുക്കാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഈ 3 നമ്പേഴ്സും ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 2ഉം 3ഉം 6ഉം ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറഞ്ഞാൽ 6 അല്ലേ? അതെ. 6ൽ 6 പോവും, 6ൽ 3 പോവും, 6ൽ 2 പോവും. എല്ലാം ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. സോ അതെടുത്ത് നമ്മൾ താഴെ എഴുതുന്നു. അത് ഓക്കെ അല്ലേ? അതിനുശേഷം ഈ 2 6ൽ എത്ര തവണ പോവും?
6/2 3 ആ 3 വെച്ച് മുകളിലുള്ള 1 ഗുണിക്കുക. അപ്പൊ 3 തന്നെ കിട്ടി. അടുത്തത് 3 6 എത്ര തവണ പോവും? 2 തവണ പോവും. ആ 2 വെച്ച് മുകളിലുള്ള 1 ഗുണിക്കുക. സോ 2 പ്ലസ് 6 6 എത്ര തവണ പോവും? 1 തവണ പോവും. ആ 1 വെച്ച് മുകളിലുള്ള 1 ഗുണിക്കുക. സോ 1. സോ 3 + 2 5, 5 + 1 6. സോ 6/6 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ശ്രദ്ധിക്കുക 1/6 = 6/6 ഈക്വൽ ടു എത്രയാണ്? 6/6 എത്രയാണ്? 1 ആണ്. സോ നമുക്ക് ഉത്തരം എത്ര കിട്ടി? 1/6ന്റെ ഉത്തരം 1 എന്ന് കിട്ടി. നമുക്ക് 1/6 അല്ല കണ്ടുപിടിക്കുന്നത്, നമുക്ക് 6 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ എടുത്താലും 1ന്റെ റെസിപ്രോക്കൽ 1 തന്നെയല്ലേ? സോ ഉത്തരം എത്രയാണ്? 1 ഓം ആണ്. സപ്പോസ് എല്ലാവരും ശ്രദ്ധിക്കുക, ഇപ്പൊ 1/6 എന്ന് പറഞ്ഞാൽ നമുക്ക് 4 കിട്ടിയെന്ന് വിചാരിക്കുക. എങ്കിൽ R ഈക്വൽ ടു എത്രയാണ്? 1/4 ആയിരിക്കും. കാര്യം മനസ്സിലായോടാ? ഇപ്പൊ 1/6 എന്ന് പറഞ്ഞാൽ നമുക്ക് 7 കിട്ടിയെന്ന് വിചാരിക്കുക. എങ്കിൽ R ഈക്വൽ ടു 1/7 ആയിരിക്കും. പക്ഷെ നമുക്കിവിടെ 1/6 1 തന്നെ കിട്ടിയതുകൊണ്ട് അതിന്റെ റെസിപ്രോക്കൽ എടുത്താലും 1 തന്നെയാണ്. സോ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് 1 ഓം. സോ സഫല പ്രതിരോധം എത്രയാണ്? 1 ഓം ആണ്. ഇത് പഠിക്കുക, വൃത്തിയായി പഠിക്കുക, അന്തസ്സായിട്ട് മനസ്സിലാക്കുക. ഒരു തരി സംശയം നിങ്ങൾക്ക് വേണ്ട. എനിക്കറിയാം പല കുട്ടികൾക്കും ഇപ്പോഴും സാർ LCM എടുക്കുന്നതിൽ ഒരു എക്സാമ്പിൾ കൂടി പറയാമോ എന്ന സംശയം നിങ്ങൾക്കുണ്ടാവും. ഞാനത് പറഞ്ഞുതരാം, ശ്രദ്ധിക്കണം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, മുഴുവൻ മക്കളും ശ്രദ്ധിക്കുക. റൈറ്റ്, അടുത്തൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 ആണെന്ന് വിചാരിക്കുക. സോ 1/6 ഈക്വൽ ടു ഇങ്ങനെയാണ് വന്നത്. നമുക്ക് എങ്ങനെ LCM എടുക്കാം? ആദ്യം ഇതിലെ ഏറ്റവും വലിയ നമ്പർ നോക്കുക, 8 ആണ്. 8-ലെല്ലാം പോവും. 8-ൽ 4 പോവും, 8-ൽ 2 പോവും. ശരിയല്ലേ? 8-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 8-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ നമ്മൾ താഴെ ഏത് എഴുതുന്നു? 8 എഴുതുന്നു. അതിനുശേഷം 2 8-ൽ എത്ര തവണ പോവോടാ മക്കളെ? 2 8-ൽ 4 തവണ പോവും. ശരിയല്ലേ? 8/2 എന്ന് പറഞ്ഞാൽ 4 ആണ്. ആ 4-നെ വെച്ച് 1 ഗുണിക്കുക. അപ്പൊ 4 തന്നെയാണ്. പ്ലസ് 4 8-ൽ എത്ര തവണ പോവും? 2 തവണ പോവും. 8/4 എന്ന് പറഞ്ഞാൽ 2 ആണ്. ആ 2 വെച്ചിട്ട് 1 ഗുണിക്കുക. സോ 2. 8 8-ൽ എത്ര തവണ പോവും? 1 തവണ പോവും. 1 വെച്ചിട്ട് 1 ഗുണിക്കുക. ദാറ്റ് ഈസ് 1. സോ എത്രയാണ് മക്കളെ കിട്ടുക? 4 + 2 6, 6 + 1 7. സോ 7/8 എന്ന് കിട്ടും. സോ 1/6 ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 7/8 എന്ന് കിട്ടി. എങ്കിൽ R എത്രയായിരിക്കും? ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. ദാറ്റ് ഈസ് 8/7 ഓം. കാര്യം മനസ്സിലായോ? സോ എങ്ങനെയാണ് LCM എടുക്കുക എന്ന വ്യക്തമായ ധാരണ എൻ്റെ മക്കൾക്ക് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലല്ലോ, ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? സോ ഇതാണ് LCM എടുത്തിട്ട്, അതായത് 2-ൽ കൂടുതൽ റെസിസ്റ്റേഴ്സ് പാരലലി കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾ പ്രൊസീഡ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. അന്തസ്സായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ കൺസെപ്റ്റ് വൈസ് ഞാനത് 3 തവണ പറഞ്ഞിട്ട് ഒരു അഡീഷണൽ എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് ഇട്ട് തന്നത്. വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഗൈസ്, ഇവിടെ ഒരു 3ാമത്തെ ചോദ്യം കൂടിയുണ്ട്, ശ്രദ്ധിക്കുക. Can you make a resistance of 4.3 ohm using all the 3 resistors? ഈ 3 പ്രതിരോധങ്ങൾ ഉപയോഗിച്ച് നമുക്ക് 4.5 ഓം സഫല പ്രതിരോധം ഉണ്ടാക്കാൻ സാധിക്കുമോ? അതായത് ശ്രദ്ധിക്കുക, ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, 2 റെസിസ്റ്റർ ഉണ്ട്, 3 റെസിസ്റ്റർ ഉണ്ട്. ഒരെണ്ണം 2 ഓം ആണ്, ഒരെണ്ണം 3 ഓം ആണ്, അടുത്ത ഒരെണ്ണം 6 ഓം ആണ്. ഈ 3 റെസിസ്റ്റേഴ്സിനെ എങ്ങനെ കണക്ട് ചെയ്താലാണ് നമുക്ക് 4.5 ഓം പ്രതിരോധം കിട്ടുക? സീരീസ് ആയിട്ട് ഘടിപ്പിക്കാം, പാരലൽ ആയിട്ട് ഘടിപ്പിക്കാം, 2 സീരീസ് 1 പാരലൽ ഘടിപ്പിക്കാം, 2 പാരലൽ 1 സീരീസ് ആയിട്ട് ഘടിപ്പിക്കാം. അതൊക്കെ നിങ്ങളുടെ കൺവീനിയൻസ് ആണ്. പക്ഷെ അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് താഴെ കമന്റ് ചെയ്യണം മക്കളെ. ഈ റെസിസ്റ്റേഴ്സിനെ ഏത് രീതിയിൽ കണക്ട് ചെയ്താലാണ് 4.5 എന്ന് പറയുന്ന സഫല പ്രതിരോധം, എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടുക എന്ന ഉത്തരം എല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ട് താഴെ കമന്റ് ചെയ്യുക. സോ അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്തായാലും ഇത് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. എത്ര പേർക്ക് ശരി ഉത്തരം കിട്ടും എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. എന്തായാലും ഈ ഒരു സെഗ്മെന്റ് നിങ്ങൾക്ക് വർത്താണെന്ന് വിചാരിക്കുന്നു. വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ യൂസ്ഫുൾ ആണെങ്കിൽ താഴെ കമന്റ് കൂടി ഇടാൻ മറക്കരുത്. ഇതിന്റെ ഉത്തരത്തിന്റെ കൂടെ ഇന്നത്തെ ക്ലാസ് അല്ലെങ്കിൽ ഈ പറയുന്ന വീഡിയോ എത്രത്തോളം യൂസ്ഫുൾ ആയി എന്ന വിലയേറിയ ഫീഡ്ബാക്കുകൾ കൂടി കമന്റ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ കമന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി അങ്ങോട്ടുള്ള വീഡിയോ കണ്ടന്റുകളൊക്കെ വരിക. സോ എല്ലാവരും കമന്റ് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ചോദ്യങ്ങളും ഇതിന്റെ താഴെ പോയി കമന്റ് ചെയ്യാൻ മറക്കരുത്. സോ ഗൈസ്, ലവ് യു ഓൾ. ടാറ്റ.